ശ്രീലങ്കയിൽ ജനിച്ചു വളർന്ന് 21 വർഷം മുൻപ് ഇന്ത്യയുടെ മരുമകളായി എത്തിയ സുജീവ ആദ്യമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ സന്തോഷത്തിലാണ്. പുതുക്കാട് പഞ്ചായത്ത് 7ാം വാർഡിൽ അരോഡി വീട്ടിൽ ബൈജുവിന്റെ ഭാര്യയാണ് ശ്രീലങ്കയിൽ ജനിച്ചു വളർന്ന സുജീവ. 1999 മസ്കറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത്. 2001 ശ്രീലങ്കയിൽ വെച്ച് വിവാഹിതരായി. 2004 കേരളത്തിലെത്തിയത്. പിന്നീട് ഇവിടെ സ്ഥിര താമസക്കാരായി. ഓരോ വർഷവും കളക്ട്രേറ്റിലെത്തി വിസ പുതുക്കിയാണ് ഇവർ മുന്നോട്ട് പോയിരുന്നത്. 5 വർഷം നാട്ടിൽ സ്ഥിരമായി താമസിച്ചാൽ പൗരത്വം ലഭിക്കുമെന്നായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്ന വിവരം. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതോടെ ഇത് നീണ്ടുപോയി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ വോട്ട് ചോദിച്ചെത്തിയ BJP സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി ശ്രീശോഭിനോട് തനിക്ക് വോട്ട് ചെയ്യാനാകില്ലെന്ന് സുജീവ അറിയിച്ചതോടെയാണ് രശ്മി കാര്യങ്ങൾ തിരക്കിയത്. പിന്നീട് ഇവർ ഇടപെട്ട് സിറ്റിസൺ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരന്റെ ഇടപെടലും മറ്റുമായി നീണ്ട നടപടികൾക്കൊടുവിലാണ് സുജീവയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. കഴിഞ്ഞ 2020 തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സുജി ചേച്ചിയുടെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ സുജി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലേ രശ്മി, അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ആളിപ്പോഴും വിസ പുതുക്കിക്കൊണ്ടാണ് ആ സമയത്ത് വരെ നിന്നിരുന്നത്. അപ്പോൾ ഇത് പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജയിച്ച് മെമ്പറായതിനു ശേഷം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പിന്നാലെ തിരക്കി. വിദേശകാര്യമന്ത്രി നമ്മളുടെ മുരളീധരൻ സാറിൻ്റെ അടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം തിരക്കിയിട്ട് അതിലൊരു പോർട്ടലുണ്ട്, സിറ്റിസൺ പോർട്ടൽ. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ 2020 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. 2024 നമുക്ക് ആൾക്ക് ഇന്ത്യൻ പൗരത്വം വാങ്ങിക്കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിനൊപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. നമുക്ക് ചെന്നൈയിൽ പോയി അവിടെ നമ്മുടെ എംബസി ഉണ്ട്, ശ്രീലങ്കൻ എംബസി. അവിടെ പോയി അവിടുത്തെ പൗരത്വം ക്യാൻസൽ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത്. അപ്പം എല്ലാത്തിനും കൂടെ നടന്നതിന് ഇപ്പോൾ ആൾക്ക് വോട്ട് ചെയ്യാനൊരു അവസരം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിലും വളരെ സന്തോഷമുണ്ട്, ഒപ്പം അഭിമാനമുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൃത കൃഷ്ണയാണ് ഇവരുടെ ഏക മകൻ. ഭർത്താവ് ബൈജു വിദേശത്ത് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിലെത്തി 21 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം നേടുക കൂടി ചെയ്തതോടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് സുജീവ ചേച്ചി. ശ്രീലങ്കയിൽ ജനിച്ച് 30 വർഷത്തിൽ ഏറെ കാലം ശ്രീലങ്കയിൽ വളർന്ന് ഇന്ത്യയുടെ മരുമകളായി എത്തിയ സുജീവ ചേച്ചിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സുജീവ ചേച്ചിയുടെ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്, ശ്രീലങ്കൻ പേരാണ്. അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ആളോട് തന്നെ ചോദിക്കണം, എന്താണ് മുഴുവൻ പേരെന്താണ്? ഓക്കെ, നമുക്ക് അതിൽ നിന്ന് സുജീവ എന്ന് മാത്രം എടുത്താൽ മതി, അതായിരിക്കും നമുക്ക് കൂടുതൽ എളുപ്പം. ഏതായാലും ഒരു വലിയ സന്തോഷം അറിയിക്കുകയാണ്. ഇന്ത്യയിൽ എത്തി 21 വർഷമായി മരുമകളായി എത്തിയിട്ട് ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു സന്തോഷത്തിലാണ് സുജീവ ചേച്ചി. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോവുകയാണ്. പുതുക്കാട് പഞ്ചായത്തിൽ 7ാം വാർഡിലാണ് സുജീവ ചേച്ചിക്ക് ഇത്തവണ വോട്ടുള്ളത്. 3 വോട്ടുകളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെയ്യേണ്ടത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ പോവുകയാണ്. എന്താണ് തോന്നുന്നത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് കിട്ടിയത് നമ്മളെ മുമ്പത്തെ മെമ്പർ രശ്മി ശ്രീശോഭ ഉള്ള കാരണമാണ്. അവളാണ് കുറേ എനിക്ക് സഹായിച്ചതും എൻ്റെ പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോവാണ് എന്നെ ഒപ്പം നിന്നത്. അത് ആ വ്യക്തിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിട്ടില്ല, എല്ലാ സ്ഥലങ്ങൾക്കും എന്നെ കൊണ്ടുനടക്കാണ് എൻ്റെ മെമ്പറായി കൂടെ നിന്നത്. അപ്പം അതുകൊണ്ട് മെമ്പർക്കാണ് ഇവിടെ എല്ലാം എന്താ പറയാനും ബാക്കി വരില്ല. എല്ലാം സഹായത്തിന് അവൾക്ക് വളരെ നന്ദി, മെമ്പറോട് നന്ദി പറയാനാണ്. ശ്രീലങ്കയിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എത്ര തവണ? 2 തവണ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ വോട്ടിംഗ് രീതിയും ശ്രീലങ്കയിലെ വോട്ടിംഗ് രീതിയും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോണതല്ലേ. അപ്പൊ അവിടുത്തെ കുറെ വർഷം മുമ്പ് ചെയ്ത കാരണം അവിടുത്തെ ഇവിടുത്തെ വ്യത്യാസം എനിക്ക് അറിഞ്ഞുകൂടാന്ന്. ഏതായാലും ജനാധിപത്യത്തിന്റെ വലിയ ഉത്സവത്തിൽ പങ്കെടുക്കുകയാണ് സുജീവ ചേച്ചിയും. ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ഇവിടെ പറയേണ്ടതില്ല, മനസ്സിൽ ഉണ്ടായിക്കോട്ടെ. ഏതായാലും വലിയ സന്തോഷം NCTV-യുമായി പങ്കുവെക്കുകയായിരുന്നു സുജീവ ചേച്ചി. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.